മോബി എന്നിട്ടില്ല കൈസ്. അവന്റെ PC ഭയങ്കര ലാഗാ. സോ ഇന്ന് ടർഫിൽ മോസ്റ്റ്ലി എന്താ പറയാ ക്ലോസ് കോമ്പാക്ട് അത് ഇതൊക്കെ ആയിരിക്കും. അവന് ഭയങ്കര ലാഗാ. ഇന്നലത്തെ അവന്റെ ലൈവ് കണ്ടവർക്കറിയാം. ഞാൻ അവനോട് പറഞ്ഞിട്ടാ മാറ്റിയത് മോബിക്ക് ഭയങ്കര ലാഗ്. അവന്റെ PC 10 FPS 15 FPS. അവന് ടർഫ് അപ്പാർട്ട് ഫ്രം ഇൻഡിവിജ്വൽ ഇത് നോക്കുവാണെങ്കിൽ നമുക്ക് ടീം പെർഫോമൻസ് ഭയങ്കര ഒരു കാര്യം. അവൻ ഇതുവരെ അങ്ങനെ ഒരു എക്സ്ക്യൂസ് നമ്മളോട് പറഞ്ഞിട്ടില്ല, എനിക്ക് ലാഗ് കാരണമാണ് ഒന്നും ചെയ്യാൻ പറ്റാതെ പോയെന്ന്. പക്ഷെ അവന്റെ POV കണ്ടാൽ എനിക്കറിയാം. ഞാൻ അതുകൊണ്ട് അവനോട് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അവനെ മാറ്റിയത്. അവന് ആ ഒരു ക്ലോസിൽ കോമ്പാക്റ്റിലും ഈ ടർഫിന്റെ ഇതിലൊന്നും ആ ലാഗിൽ അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ഇന്നലെ അവന്റെ POV കണ്ട ആൾക്കാർക്കൊക്കെ അറിയാം. അത് അവനോട് ഞാൻ പറഞ്ഞിട്ടൂടാ മാറ്റിയത്. കേസ് അറിയുമ്പോഴേക്കും ബ്രോ, പണ്ട് നമ്മൾ അത്തപ്പാടിയായിട്ട് ഒരു ടർഫ് കളിച്ച സമയത്തെ ഗോകു അത്തപ്പാടി കളിക്കുന്ന സമയമാണ്. അവൻ തന്നെ മറ്റേ ഒരു ബോംബ് വെച്ച് നമ്മളെ ജയിപ്പിച്ച ഓർമ്മ കളി ഓർമ്മ. ഈ GT കളിക്കുന്ന ആൾക്കാർക്കൊന്നും ഇപ്പൊ ഇമാജിൻ പോലും ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ പണ്ടത്തെ ടർഫൊന്നും. ഹെൽമെറ്റ് ഇല്ലാതെ അടിക്കാൻ പോണു. എന്റെ അമ്മോ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഈ സരക്കണ്ട എല്ലാരും കൂടെ വേറെ ചന്ദ്രന് ഒരു വാറിലെ ചന്ദ്രനെ അടിച്ചു കൊന്നിട്ടുണ്ടല്ലോ. ചന്ദ്രൻ VC പോയിട്ട് അഡ്മിന്റെ അടുത്ത് സംസാരിച്ചു, പ്ലീസ് എനിക്കൊരു അവസരം തരണം, എനിക്ക് ലാഗ് കാരണം കളിക്കാൻ പറ്റില്ല പറഞ്ഞു. അവിടെ ഇരുന്ന് പുള്ളിയുടെ കൈയും കാലും പിടിച്ച് ഒരു വട്ടം തിരിച്ചു കയറി. അതൊക്കെ ഇപ്പൊ നടക്കുവോ? അയ്യോ, വേറെ ആരെല്ലാം കൊണ്ട് നടക്കുവോ ഇതൊക്കെ? എന്റെ അമ്മോ, എന്താ 6000 രൂപ അയച്ചേക്കണത് ഒരാള്. കളർ വെച്ചില്ലായിരുന്നല്ലേ ഇപ്പൊ? ഇതോ നോക്കി, ഗോൾഡ് കളറ്. അതല്ല, 2000 രൂപയ്ക്ക് പകുതി ഗോൾഡും പകുതി 6000-ലോട്ട് വന്നപ്പോ ഫുൾ ഗോൾഡായി കേട്ടോ. ഓ ശരി, പകുതി മുക്കുണ്ടോ? 6000 രൂപ ജോക്കറോ. 2000 ചെയ്തൊരു ബുക്ക് കൊണ്ടോ അല്ലേ? പാതി സ്വർണ്ണം കേട്ടോ 2000. പക്ഷെ ഇത് കൊറേ നേരം കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എൽവിൻ ബ്രോ ചെയ്ത 500 ഇതുവരെ പോയിട്ടില്ല. പറഞ്ഞ നാവെടുത്തില്ല. എന്താ പണ്ടത്തെ നിന്റെ കുത്സിതങ്ങളും കഴിവുകളെ പറ്റിയൊക്കെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. സെർവർ എടുത്ത് കാല് പിടിച്ച് കരഞ്ഞ കേസൊക്കെ. നീയും ടൈഗായിട്ടുള്ള ഡ്രൈവറെ എനിക്കറിയാം. നിന്റെ അത്യാവശ്യം കല്യാണത്തിന് ചേട്ടന്റെ പേര് പിരിച്ച കുറെ പൈസ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം. ആളിയ കണ്ണാപ്പിയുടെ യൂട്യൂബ് ലൈവ് എടുത്തിട്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഒരു സൂപ്പർ ചാറ്റ് ചെയ്ത് ബാബുന്റെ സംരംഭം. ബാബുചാണ്ട് പുതിയ സംരംഭം എല്ലാരും ചെയ്യണം. ഞാൻ വിട്ടോ, ഞാൻ ഇതിന് ഇറങ്ങി. ഇല്ല, ബാബുചാണ്ട് സംരംഭമാണ്. എന്റെ സംരംഭം ഞാൻ മേടിച്ച നിനക്ക് ബാബു നീ ഇങ്ങനെ മൾട്ടിപ്പിൾ ബിസിനസ്സിൽ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യല്ലേ ബാബു? ഇങ്ങനെ നീ പണക്കാരനൊക്കെ കൊണ്ടിരിക്കുകയാണ്. സെലക്ട് ചെയ്ത് ഒരു എമൗണ്ട് സെലക്ട് ചെയ്യാ. 20 രൂപ തൊട്ട് 10,000 രൂപ ഉണ്ട്. നിനക്ക് പറ്റുന്ന ഒരു എമൗണ്ട് പെട്ടെന്ന് എവിടെ നിക്കണം? കണ്ണാപ്പിയുടെ ലൈവിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഇതില് വലിയ എമൗണ്ട് ആണല്ലോ. 40 രൂപ. ഓക്കെ അളിയാ, അതൊക്കെ എച്ചിത്തരമാണ് അളിയാ. ചന്ദ്ര 40 സ്ക്രീനിൽ കുറച്ചു നേരം കിടക്കണമെങ്കിൽ 200 300 ചെയ്യണം. 400 ചെയ്യും സ്ക്രീനിൽ കാണിക്കണമെങ്കിൽ. സ്ക്രീനിൽ കുറച്ചു നേരം കിടക്കണ്ട. 500 ചെയ്താൽ കറക്റ്റ് സ്ക്രീനിൽ കിടക്കും. അപ്പൊ ഈ ടൈപ്പ് ചെയ്യുന്ന മെസ്സേജ് സ്ക്രീനിൽ വരുമോ? ഇല്ല. അത് ഇപ്പം എന്റെ ലൈവ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഇവിടെ കാണിക്കും. പിന്നെ ടോപ്പ് ഇത് കാണിക്കുന്നില്ല കേട്ടോ. അതെന്താ കാര്യത്തെ? അത് വരൂടാ, 2 മിനിറ്റിൽ ഒരിക്കൽ വന്ന് കാണിച്ചു. ഫുൾ ടൈം നിന്ന് കഴിഞ്ഞാൽ സ്ക്രീൻ നിറഞ്ഞു പോകുന്നു വിചാരിച്ചിട്ട് അങ്ങനെ ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുക. ഞാനപ്പോ ഇനി ഇറ്റി പേരാ ലോസം. എടാ ഇത് 10 രൂപയാടാ ഇത്? ഇതിപ്പം 11,000 രൂപ. 11,500. ഇത് അപ്പം തിങ്കളാഴ്ച കിട്ടും അവന്. ഓട് എന്തോ ചീത്ത ചെയ്തിട്ട് താങ്ക് യു സോ മച്ച് 200 രൂപ സൂപ്പർ ചാറ്റ് അനോണിമസ് ബ്രോ. അബി ബ്രോ താങ്ക് യു സോ മച്ച് 40 രൂപ സൂപ്പർ ചാറ്റ്. 2 രൂപ കേട്ടില്ല. അനോണിമസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ല, അവിടെ പേര് ടൈപ്പ് ചെയ്തില്ല. എന്തിനും അതാ അനോണിമസ് വരുന്നത്. എന്റെ അനോണിമസ് ഞാനാ അനോണിമസ്. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ല പേരിലേക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ചന്ദ്ര ഞാനാ ചന്ദ്ര
ചന്ദ്ര ചേട്ടാ ഞാനത് അതൊരു വേറെ വല്ല city യിൽ ചേട്ടാ ഞാനാ ചേട്ടാ വേറെ സിറ്റി പോവാനാ ഞാൻ വല്ല കൈലാസത്തിലെ കാണാൻ പോയിരിക്കാൻ മോനെ. കൈലാസോ കിടുക്ക് സെർവറ ഞാൻ ഉള്ള കാര്യം പറയാറുണ്ട്. കിടുക്ക് സെർവർ കേറുമ്പോഴാ വണ്ടിയാണ് ഇത് കേറാനും പറ്റുന്നില്ല. നിങ്ങൾ ടർഫ് കളിക്കാൻ പോണോ ഇന്ന്? ഞാൻ ടർഫിലടാ ലൈവ് ഇല്ലേ ഇന്ന്? ആ ലൈവ് ഉണ്ട്. സ്പെക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ഞാൻ മാറി ഇട്ടിട്ടുണ്ട്. അവന്മാര് ഈഗിളേട്ട ഇന്ന് OG ഡ്രസ് ഇടണെന്ന് പറഞ്ഞ് താങ്ക് സോ മച്ച് 2 രൂപ സോറിച്ചായിട്ട് ബ്രോ. താങ്ക് സോ മച്ച് ഉമ്മ ബ്രോ. ഇതില് ചന്ദ്രത്തിൽ 2 അഡ്വാൻസ് 200 രൂപ വെച്ചിട്ടുണ്ട്. ഇതിൽ ഏതാ ഓട് കുണ്ണേത് അയച്ചേക്കുന്നത് ചന്ദ്രമാണോ? അത് ഞാൻ ഓക്കെ ബാബുശേട്ടാ അത് ഈ അപ്പൊ ബ്ലോക്ക് മറ്റേ വേർഡ്സ് ഒക്കെ ബാൻ ആവുന്നുണ്ടല്ലോ ഓട്ടോമാറ്റിക് ആയിട്ട് കുണ്ണേന്നൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ബാനാവും. അത് കൊള്ളാം കേട്ടാ. ആരാ ചെയ്തെന്ന് കണ്ടുപിടിച്ച് അവനെ തിരിച്ച് തള്ളക്കും വിളിക്കും ഓട്ടോമാറ്റിക്കായിട്ട്. അത് കൊള്ളാം അങ്ങനെയുണ്ട്. സെറ്റ് ചെയ്യാൻ കണ്ണാപ്പി നമ്മളെ ചാറ്റി കയറി എടുത്ത് നമ്മളെ തള്ളക്ക് വിളിക്കുമ്പോ നീ പോടാന്ന് പറഞ്ഞ് തിരിച്ച് മെസ്സേജ് ചെയ്ത് കാണിക്കും. ബാബു ഇതിൽ നിന്റെ പ്രോഫിറ്റ്? എന്റെ പ്രോഫിറ്റ് ഒരുപാടുണ്ട് ചന്ദ്ര. ഇപ്പൊ ഇതിൽ നിന്ന് തന്നെ കണ്ണാപ്പിക്ക് ടെസ്റ്റ് ആയതുകൊണ്ട് ഇതിന്റെ പൈസ ഒന്നും കിട്ടാൻ പോകുന്നില്ല. എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണം ബാബു. ഞാൻ പാർട്ണറാണ്. എടാ ബാബു ഇതേ സെറ്റ് ആയിട്ടെ. അല്ല ഇത് ഇൻവെസ്റ്റ് ചെയ്യാനൊന്നുമില്ല. 5% ഷെയർ എനിക്കാണേ. മൊത്തം ചന്ദ്ര മൊത്തം ഷെയർ വിറ്റ് പോയി. നീ ഒരു 5 മിനിറ്റ് മുന്നേ വന്നിരുന്നു നിനക്ക് ഒരു 3 കിലോ വാങ്ങിക്കായിരുന്നു. ബാബുഷൻ മനാഫ്രോ AD ഒക്കെ ചെയ്യാൻ വരുന്ന സെർവർ കണ്ടുപിടിക്കുന്ന പറഞ്ഞു. എന്തോ മനഃപൂർവ്വം എന്താ പറഞ്ഞ AD ഒക്കെ ചെയ്യാൻ പറ്റുന്ന സെർവർ കണ്ടുപിടിക്കുന്ന പറഞ്ഞു. ആ അതൊക്കെ അതെല്ലാം റെഡിയാക്കാൻ മനഃപൂർവ്വം ഒന്നും ഒരു സീനുള്ള കാര്യമല്ല. ചെറിയൊരു സാധനം കിട്ടിയാൽ മതി. നമുക്ക് അതും കൂടെ കൊണ്ടുവരാം ഇതില്. അത് അടുത്ത ഇതില് ഓ എടാ ഇതാണ് ടെസ്റ്റിംഗ് ആടാ. ഇന്ന് കഴിഞ്ഞ ചന്ദ്ര ഇത് വർക്കായി തുടങ്ങിയില്ലേ? ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. അത് ഇതില് കൊറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യണ്ടോ. ഇതിപ്പോ നോർമൽ സെർവറിലാണ് ഇത് ഓടിക്കൊണ്ടിരിക്കണേ. അതിപ്പോ ട്രാഫിക് കൂടുതൽ വന്നാൽ ചിലപ്പോ എടാ ബാലിന്റെ ഫോട്ടോ നീ എവിടെയും കാണിച്ചോ? ബാലിന്റെ ഫോട്ടോ എന്തായാലും അല്ലെ ബാലിന്റെ മുടി താഴത്തെ വീസി ബാലിനിരിപ്പുണ്ട്. താഴത്തെ വീസി അല്ലേ വേണ്ട. ഓ താഴെ വീസി ബാല ഇരിപ്പുണ്ടല്ലോ. അതാ സംഭവം. അവനെ വലിയടാ ഇങ്ങോട്ട്. എടാ ചന്ദ്ര അപ്പൊ സിറ്റി കേറിയിട്ടേ ഇല്ല നീ ഇന്ന്. അവനെ വലിയ നീ കേറിയിട്ടേ ഇല്ല സിറ്റിയില്. ബാല നിന്റെ പേര് മാറ്റി DP മാറ്റിയിട്ട് വേണം ഇനി VC വരാനേ. ബാലടേ ഒന്ന് ഇതൊക്കെ മാറ്റിട്ട് പറഞ്ഞേ. കൊറേ PROs കൂടുതലുണ്ടേ. എന്ത് വേണോ വാങ്ങിച്ചു തരാം ബ്രോ. Anonymous for thanks for 40 rupees. 20 bro thanks for 10 rupees. Anonymous for thanks for 10 rupees super chat. I see. എടാ ഇത് ചന്ദ്ര ഇത് സിറ്റി ഫുൾ ഓഫ് ആയിരുന്നോടാ. കേറിയിട്ടേ ഇല്ല. ഓ ഇവിടെ തുടങ്ങി 906 അല്ല ദേ വലം കഴിച്ചായിരുന്നോടാ. എടാ എന്റെ മൈക്കിന് എന്തൊരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പമാണോ? വല കഴിച്ചായിരുന്നോടാ. പിന്നെ കഴിച്ചില്ല. ചക്കെന്ന് പറഞ്ഞ കൊക്കെന്ന് കേൾക്കാം. മൈര നീ വെള്ളം അടിച്ചിട്ട് ചക്കര പോയിട്ട് ഉമ്മാന്നും പറഞ്ഞ് വാ നീ. അയ്യോ ഞാനതൊക്കെ നിർത്തിയിട്ട് എത്ര കാലമായി ചോദിക്കണേ. സത്യത്തിൽ നമ്മളെ പോലെ 1 മാസമായി ബാലിനും. 1 മാസം 2 ഞാൻ ചേട്ടന്റെ കല്യാണത്തിന് ഇത് മറ്റേ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ബാല ഒറ്റയ്ക്ക് സംസാരിക്കണം. ഞാൻ പറയാം ബാല നിന്നെ ഉണ്ടല്ലോ അടുത്ത ദിവസം എങ്ങാണ് ആശുപത്രിയിലെല്ലാം കൊണ്ട് ചെന്ന് നിന്നെ വല്ല കുത്തിയിട്ടിരുന്നത് നിന്റെ കയ്യിൽ കുത്തിയ അപ്പഴേ ബെക്കാടി ബെക്കാടി ലെമണായിരിക്കും ഇങ്ങനെ വരാൻ പോണം. അല്ലാതെ ഇത് വരുന്നത് ചോര വരൂല. വയറു കുടിക്കറാ. ലാസ്റ്റ് ബ്ലാക്ക് ഔട്ട് ആയിരുന്നു. എന്റെ അടുത്ത് ബാലം പറയും ഞാൻ ബാല ഒറ്റയ്ക്ക് സംസാരിക്കും. ബാല എന്താ ഞാൻ വാസോട് സംസാരിച്ചോണ്ടിരിക്കണത്. എടാ ഒരാളൊരു ബഗ് കണ്ടുപിടിച്ചേട്ടോ. നോക്കിയേ അതായത് നമുക്ക് 20 രൂപ സൂപ്പർ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ പറ്റൂലല്ലോ. അതിന് പകരം അവൻ ആ മെസ്സേജ് അവന്റെ പേര് ടൈപ്പ് ചെയ്തിട്ട് കഴിവേറി. ഓ അങ്ങനെ ബഗ്ഗല്ല അതൊരു ലൂപ്പ് ഹോളാണ്. ഇപ്പൊ കണ്ടുപിടിച്ചില്ലേ അത്. കണ്ണാപ്പി ഉമ്മ എന്ന് പറഞ്ഞത്. കണ്ണാപ്പി ഉമ്മ എന്ന് പറഞ്ഞ 2 രൂപ സൂപ്പർ ചാറ്റ് ബ്രോ. കണ്ണാപ്പി ഉമ്മ എന്ന് പറഞ്ഞ 2 രൂപ സൂപ്പർ ചാറ്റ്. അഭിഷേകം 2 രൂപ സൂപ്പർ ചാറ്റ്. കണ്ണാപ്പി ഉമ്മ ഈഗിൾ ഗെയിം ബ്രോ ലൈവ് ഓൺ ടൈം അല്ലേ? ആണോ ഇന്ന് ടർഫിൽ 4 വിക്കറ്റ് കണ്ട. ഞാൻ ടർഫിൽ ഇല്ല. 2 രൂപ സൂപ്പർ ചാറ്റ്. 2 രൂപ സൂപ്പർ ചാറ്റ്. മാൻ മാക്സ് ബ്രോ ജോർജ് ബ്രോ 2 രൂപ സൂപ്പർ ചാറ്റ്. നിർബന്ധിച്ചളിയാ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു.
എന്നെ വാസോണ്ടെ കുറെ നിർബന്ധിച്ച വാസോണ്ടെ നീ കുറെ മെസ്സേജ് അയച്ചു കേട്ടോ, ടർഫ് നീ ഇല്ല പറ്റൂല, ക്യാമറ എണ്ണാൻ പറ്റൂല എന്ന് അണ്ണൻ കളി, ബാക്കിയുള്ള എല്ലാം കളിക്കുമേ പറഞ്ഞു. പണ്ട് നമ്മളൊക്കെ പറഞ്ഞ ചാറ്റിൽ കോൾ അല്ല ചന്ദ്രൻ ഓർമ്മയില്ലേ പണ്ട് ചന്ദ്രന്റെ ബിൽഡിങ്ങിലും കണ്ണാപ്പിയുടെ ബിൽഡിങ്ങിലും ആളില്ലെന്ന് പറഞ്ഞ പ്രശ്നമായിരുന്നു ഞാനില്ലേ. സത്യല്ലേ നമ്മള് ഓ ശരി കാരണം ഐക്കോണിക് ആയിട്ട് 2 ബിൽഡിംഗ് സൃഷ്ടിച്ചത് നമ്മളുണ്ട് കാണാം, ചന്ദ്രന്റെ ബിൽഡിങ് കണ്ണാപ്പിയുടെ ബിൽഡിങ്. ചന്ദ്രൻ നമ്മളൊരു കോമ്പോഡി ഓർമ്മ ഉണ്ടായിരുന്നു. എടേ തന്നേ ഉള്ളൂ എടാ, ആരും ഒരിക്കലും വരൂലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാ നിനക്കൊക്കെ ആ ബിൽഡിംഗ് കയറ്റി ഒറ്റയ്ക്ക് ഇരുത്തിയിരുന്നേ. പക്ഷെ അവിടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പുഷ് ചെയ്തത്, എന്റെ ബിൽഡിങ്ങിന്റെ താഴെയാണ് ഏറ്റവും കൂടുതൽ പുഷ് ചെയ്തത്. അറിയാം നീയൊക്കെ അവിടെ ഇരിക്കുന്ന ഈസി പിക്കാന്ന്, അതുകൊണ്ടാ പുഷ് ചെയ്തേ. എന്തായാലും ഇപ്പൊ ഒരു ഏത് ടർഫിൽ കളിച്ചിട്ടുള്ളത്? എന്താ സംഭവം അറിയാം കണ്ണാപ്പി ബാബുവിന് ബിൽഡിംഗ് ഇല്ല. ബിൽഡിംഗ് ഇല്ലാത്ത ആള് ബിൽഡിംഗ് എന്തിനാ ടർഫിൽ കയറ്റിയിട്ടില്ല മണി ടർഫിൽ ഇതുവരെ. അല്ല ബാബുചേട്ട് ഏത് മണി ട്രംപ് കളിച്ചതെന്ന് പറഞ്ഞേ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ബാബുചേട്ട് കളിച്ചിട്ട് മണി ട്രംപ്. ആൾക്കാർക്കും ഒരു ഓർമ്മയില്ല, ആൾക്കാർക്കും ഓർമ്മയില്ല. ഒറ്റ കാര്യം ഫ്രണ്ടിന് ക്ലോസ് ആയിട്ട് വിടാൻ വേണ്ടിട്ട് ഫസ്റ്റ് ഓടാൻ വേണ്ടിട്ട് വിടുവായിരുന്നു നമ്മള്. എന്നാണ് ടർഫ് തുടങ്ങിയത്? ടർഫ് എന്നാ കണ്ടു തുടങ്ങിയേ? ചന്ദ്ര വേല കളിക്കണോ കേട്ടോ? വേറൊരു ടൂർണമെന്റ് വെക്കാൻ പോണോ? വെക്കാൻ പോവാ കാര്യമായിട്ട്. ഡേവിസ് കളിച്ചിട്ടുണ്ടോ? പക്ഷേ ആളിറങ്ങിയേ ആള് പുഴുത്ത് ബ്രോ. ഞാൻ കളിച്ച കളിയൊക്കെ കണ്ണാപ്പി ഒരു മുച്ചിരി ബോസ് ഫാൻ ഫ്രം ബാംഗ്ലൂർ എന്ന് പറഞ്ഞ് ഈ ചിരിച്ചോണ്ട് 500 rupees. Bro, thanks also again 500 rupees. Bro, എന്റെ പൊന്നെ വാലറിന് നിർത്തിയോടാ കുറച്ചാളേട്ടാ ആദ്യമായിട്ട് കളിയാ. ബാബുഷേട്ട് ഇത് നോക്കിയേ, നോക്കിയേ, എവിടെ നോക്ക് അടിച്ച് കത്തിപ്പോയാ? ഇത് നോക്ക്. എടാ ഇങ്ങനെ കാണിക്കല്ലേ? ഇങ്ങനെ നടക്കും. 2000 ചെയ്ത വാസവണ്ണന് മറ്റേ സ്വർണവും തകിട് കൂടെ ഒരുമിച്ചുള്ളത്, പാതി തകിട്. 6000 ചെയ്തതിന് ഫുൾ സ്വർണം. ഇതിപ്പോ വന്നതാ. ജോക്കർ ബ്രോ. ഓക്കെ ബാബുഷേട്ട് ഡേവിസ് ഒക്കെ കളിച്ചിട്ട് ഓർമ്മയുണ്ടോ? ബാബുഷേട്ട് മണി ട്രോഫി ഇല്ലാത്തുള്ള ഡേവിസ് ഇറങ്ങി കാണൂലല്ലേ? എടാ പോടാ, ഞാൻ കളിക്കാത്ത ടർഫൊന്നുമില്ലടാ കണ്ണാപ്പി. ഇവൻ ഭയങ്കര കളിക്കാരൻ. ഏത് ടർഫിലാണ് ബാബുഷേട്ട് കളിക്കാത്ത ടർഫ്? ഞാനേ ഒരുപാട് ബാബുഷേട്ട് കളിക്കാത്ത ടർഫൊന്നുമില്ല, ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ എന്തായാലും 15 പേരുണ്ടായിരുന്ന സമയത്ത് കളിക്കാൻ വേറെ ആളില്ലാത്തപ്പോ ഞാൻ തന്നെ കളിച്ചേ. അത് ആളില്ലാത്തോണ്ട് ആളെ തേക്കേ കേട്ടത്. അതുകൊണ്ടല്ലേ നമ്മൾ വേറെ ആൾക്കാരെ എടുത്തേ അന്ന്. അത് നിന്റെ അടുത്ത് ചോദിച്ചിട്ട് ഒരാളെ എടുക്കുന്നേ. ഇപ്പൊ ബാബുഷേട്ട് ഞാൻ പറയട്ടെ, ആളെ എടുത്തോണ്ടിരുന്ന നമ്മൾ പണിക്ക് ആളെ വിളിച്ചോണ്ട് പോവാ. 14 മലയാളികളെ കണ്ട് 15 പേരെ വേണം. ഒരു ബംഗാളിയെ കണ്ട് അവനെ എടുക്കൂലേ നമ്മള് ലാസ്റ്റ് ആളെ തേക്കാനായിട്ട്? അതുപോലെ ആ ബംഗാളിയുടെ കാറ്റഗറി പോലും നിന്നെ കൂട്ടിയിട്ടില്ല അണ്ണാപ്പി. നമ്മൾ ആവശ്യത്തിലുള്ള പിക്കൊക്കെ എടുക്കുന്നവരാണ്. നമ്മൾ പിക്ക് എടുക്കുന്നവരാണ് സംസാരിക്കുന്നത്. ചന്ദ്ര നമുക്ക് സംസാരിക്കാം, കൂട്ടിയിട്ടില്ല. നമുക്ക് സംസാരിക്കാം. പിക്ക് എടുക്കുന്നവരൊക്കെ സംസാരിക്കട്ടെ. ഏത് പിക്ക് എടുത്തു? നിന്നെ ഇപ്പൊ ഒരു ലൈനപ്പിൽ ഇറക്കാൻ പറഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടോ? അടിക്കുന്ന പിള്ളേരെ ഇരിക്കുമ്പോ എന്തായാലും ബാബുഷേനെ അടിച്ചിറക്കാനുള്ള കേപ്പബിലിറ്റി ഇപ്പോഴും ഉണ്ട്. ഓ നീ ഒരു കാര്യം ചെയ്യ്, അപ്പൊ എന്നെക്കാട്ടി താഴെ വാലുവില് വാ. അടിച്ചുറക്കാൻ വേണ്ടി വാലുവിലും വല്ലോ വാ. നീ കളിക്കുന്നത് എനിക്ക് GTA ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് വെടിവെച്ച് കഴിവ് തെളിയിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല GTA-ല്. എന്റെ എനിക്ക് ചെയ്യാൻ പറഞ്ഞൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഈ ചിരിച്ചോണ്ടിരിക്കുന്നവന്മാര് ഓരോരുത്തന്മാരും എന്റെ കണ്ടിട്ട് അത് കുനിഞ്ഞു നിന്ന് തന്നിട്ടുണ്ട് എനിക്ക്. അതുകൊണ്ട് കണ്ണാപ്പി എനിക്ക് അതിൽ യാതൊരു സങ്കടവും ഇല്ല കണ്ണാപ്പി. നീ വേണമെങ്കിൽ ഒരു വല്ല വാലോയോ അല്ലെങ്കിൽ പബ്ജിയോ ഞാൻ മറ്റേ ഗ്രൈൻഡ് ചെയ്യുന്ന വല്ല ഗെയിമും വിളിച്ചിട്ട് നീ വാ, നമുക്ക് കളിക്കാം.
സീരിയസ് ആവതെ പക്ഷെ സെൻസിലേക്ക് എടുക്കുക ആവശ്യമായിട്ട് അത് ചുമ്മാ അത് ഇങ്ങനെ ചുമ്മാ അതിങ്ങനെ ഇതായിട്ട് എടുക്കാതെ ആവശ്യം ബാബു ടച്ചോട്ടല്ലടാ കണ്ണാപ്പി ടച്ചോട്ടെ അത് മാറിയിരിക്കുമ്പോഴത്തേക്ക് അങ്ങനല്ലേ അതൊക്കെ അത്രേ ഉള്ളടാ. ടച്ച് ഔട്ട് ആയാലും ചന്ദ്ര RP-യിൽ വരുമ്പോ നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഫുൾ ഫോമിലടാ ചന്ദ്ര. നിന്നെ മാത്രം മതി ചന്ദ്ര. നീ മണ്ടനാണോ ചന്ദ്ര? ലാസ്റ്റ് നിന്നെ ഊക്കി ഞാൻ റീലായിട്ട് കൊളാബിട്ടപ്പോ നീ അക്സെപ്റ്റ് ചെയ്യാൻ ചിരിക്കല്ലേ? ചോദിച്ചത് അത്ര കാര്യമാണ്, ബാക്കിയൊക്കെ അക്സെപ്റ്റ് ചെയ്തെന്ന് കൂടെ അത് കാര്യമാണ് ചോദിച്ചത്. കണ്ണാപ്പി കളിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ ഇല്ലാത്തതുകൊണ്ട് നിന്നെ കളിയാക്കാത്ത മനസ്സിലായ പൊട്ട മനസ്സിലാടാ? നീ സത്യം മനസ്സിലാക്കി കൂടുതൽ നിനക്കൊരു സ്റ്റോറി വീഡിയോ അത് സ്റ്റോറി വീഡിയോ ചന്ദ്ര അല്ല കണ്ണാപ്പി ചന്ദ്ര സീരിയസ് ആണോ എന്തിനാടാ? നീ എന്തിനാ സീരിയസ് ആവണേ? ചന്ദ്ര ഞാറങ്ങണേ തെറിയൊക്കെ വിളിക്കല്ലേ ചന്ദ്ര? ചന്ദ്ര വേറൊരു കഥ കൂടെ പറയാനുണ്ട് എനിക്ക്, ഒരു മിനിറ്റ്. നമ്മളെ പണ്ട് ചന്ദ്ര നിന്നെ ഒരു ഇൻഗെയിമിൽ റേഡി പിടിച്ച ഓർമ്മ ഉണ്ടാലൊക്കെ? ഇല്ല ഓർമ്മയില്ല. അപ്പൊ നീ ഇറങ്ങി കഥ ഞാൻ ഇവിടെ ഇവർക്ക് പറഞ്ഞു കൊടുത്തോട്ടെ. അരുൺ ബ്രോ സൂപ്പർ ചാറ്റ്, ബ്രോ സൂപ്പർ ചാറ്റ്, ചന്ദ്രൻ ഫാൻ ഇടിക്കുന്ന സൂപ്പർ ചാറ്റ്, അനോണിമസ് ബ്രോ സൂപ്പർ ചാറ്റ്. താങ്ക് യു സോ മച്ച്. ഇല്ല ഇവ എന്റെ അടുത്ത് പറയാലോ ആവശ്യം ഒരു 5000 കിട്ടി എനിക്ക് 2000 എങ്കിലും തരണേന്ന്. അപ്പൊ ഇതല്ല ബാബുവിന്റെ ഇതിപ്പോ അങ്ങോട്ട് പോയി അവിടെ എത്തി എത്തേണ്ടടുത്ത് എത്തി. ഇതിനിയും ഞാൻ ഇനി ദിവസം വിളിക്കണം. ഭവിഷ്യത് വന്നില്ല. ഒറ്റ ദിവസം കൊണ്ട് എന്റെ ഒരുപാട് സംഭവിച്ചല്ലോടാ. താഴത്തെ 705 രൂപ അതില് 600 അതാണ് 705 400 രൂപ പിടിച്ചോട്ട് പോകും. ബാക്കി 300 രൂപ ഇന്നത്തെ 300 രൂപയാണ് ഇന്നത്തെ എന്റെ വരുമാനം. എനിക്ക് എന്റെ സ്ട്രീം ചെയ്ത് ബ്രോ ഇത് പറ്റും ഇത് പബ്ലിക്കായിട്ട് റിലീസായി കഴിയുമ്പോ പറ്റും കൈസ് എല്ലാവർക്കും. ഇത് ഭവിഷ്യത് അങ്ങനെ ഇത് എല്ലാവർക്കും നോർമലി കൊടുക്കുമല്ലേ ഇതങ്ങ് ഒരു സൈറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും, എല്ലാവർക്കും വെരിഫിക്കേഷൻ ഉണ്ടാവും. അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് വെരിഫിക്കേഷനും കാര്യങ്ങളും ഉണ്ടാവും. ഫ്രോഡ് പരിപാടിക്കൊന്നും യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള വെരിഫിക്കേഷനും ID പ്രൂഫ് സബ്മിഷനും കാര്യങ്ങളും ഉണ്ടാവും. അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടും. അപ്പൊ അങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഇത് കിട്ടും. ഡാർക്ക് മോഡിന്റെ ഞാൻ പറഞ്ഞു കണ്ണടിച്ചു ഡാർക്ക് മോഡ്. നീ ബാബുവിനെ നീ കൊറേ കളിയാക്കിയല്ലോടാ നീ ടർഫിന്റെ പറഞ്ഞ്. അവൻ ഒന്നല്ലെങ്കിലും ചന്ദ്രന് കിട്ടിയില്ല. കണ്ണാപ്പി പറയട്ടാ കണ്ണാപ്പി എനിക്ക് നേരെ ഉണ്ടാക്കാൻ പറ്റില്ല ചന്ദ്ര. നീ ബാബു അതല്ല പറഞ്ഞേ ബാബു നീ ഒന്ന് വെയിറ്റ് കണ്ണാപ്പിന് ഇത്ര പറഞ്ഞിട്ട് നീ ആ സാശയുടെ കൂടെ പോയി തോന്നല്ല. സാശയുടെ കൂടെ പോയി തോറ്റല്ലാടാ നീ കണ്ണാപ്പി. 14 അത്ര നാടകളെ ടീവിൽ വരുത്തിയിട്ടില്ല കണ്ണാപ്പി. അല്ലല്ല ഞാൻ പറയട്ടെ, ബോബോയ് 3 വട്ടം തോറ്റു, ബോബോയ് 4 വട്ടം തോറ്റു. ബോബോയ് എന്തോ ഞാൻ ചോദിക്കട്ടെ, ബോബോയ് എന്തോ ആവട്ടെ, നീ ഇത്രയും നേരം വിട്ട കോണ അങ്ങനെയല്ലോ. കണ്ണാപ്പിക്ക് സ്വന്തമായിട്ട് ബിൽഡിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ബിൽഡിംഗ് സാശയുടെ പേരിൽ എഴുതി വെച്ചിട്ട് നീ ഇറങ്ങിക്കോമേ. തോറ്റിട്ട് വന്നിരിക്കുന്നു അവൻ. അയ്യേ നാണമില്ലാത്ത പുഴുത്ത പട്ടി. നീ അവനെ ന്യായം പറയുന്നത് ബോബോയ് തോറ്റുന്നു. ആ കൊച്ചു ദിവസം ഇരുന്ന് ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഗാങ്ങിനോടാണോ തോറ്റത്? എന്തേലും വാറ് വരണമെങ്കിൽ സത്യത്തിലുണ്ടെങ്കിൽ നീ പോയിട്ട് പുഴുത്ത് വീട്ടിലായിട്ട് വാല കളിക്കും. അവള് കളിക്കും. ഈ സാശ വെച്ച് പാറൂടെ വാല കളിക്കുന്ന അറിയാവോ? മെന്നിയുടെ കൂടാണ് വാല കളിക്കുന്നത്. ബാബു ഞാൻ പറഞ്ഞ സംഭവം പറയട്ടെ ബാബു. ഇവൻ ബോബോയിൽ അടിച്ചതിന് ചോദിക്കാൻ പോയതാ. ബോബോയിൽ അടിച്ച് പറ്റിച്ചാട്ടാ അടിച്ച്. അത് 4-0 എന്തോ തോപ്പിച്ച് 14 അത് ചോദിക്കാൻ ഞാൻ കൂട്ടുകാരൻ എന്നുള്ള നിലയിൽ പോയതാ.
അപമാനം. ഞാൻ 14 അവളും 14 ഒരു പോയിന്റ് കളി ജയിക്കുമായിരുന്നു അവള് എടാ, നാണമില്ലാത്തവനെ അവള് 15 ജയിച്ച് നീ 14. ആ അങ്ങനെ പറഞ്ഞത് 14 അവള് 15 അടിച്ച് ജയിച്ചു. ചന്ദ്ര 14 കഴിഞ്ഞ് 15 എടുത്ത് ഞാൻ തനി എക്സിറ്റ് ആയി പോലെ ഇവൻ കണ്ടില്ല 15 എടുത്തത് അപ്പൊ TDM തനി എന്റെ ആവൂലേ ഇതാര് പറയുന്നത് ടർഫ് തുടങ്ങുമ്പോ ഫ്രണ്ട് ഇവിടുന്ന് ഓടി വരുന്ന കോമാളി. ഞാൻ എന്നാലും പോയി പുഴുത്തി ഞാൻ എന്റെ കരിയറിൽ ഞാൻ തോറ്റിട്ടില്ല പോയി പുഴുത്ത് ആരെയും കൂടെ കേട്ടാ വെല്ലു വിളിച്ചിട്ട് അത് കൂട്ടുകാരന് വേണ്ടി ചോദിക്കാൻ പോയിട്ട് എന്നാ പോയി ചാവടാ സ്വന്തം പേരില് ബിൽഡിംഗ് അല്ല അത് ഇനി ഒരു മൂത്രപ്പുര എന്നാണ് അറിയപ്പെടാൻ പോണത് കണ്ണാപ്പീര. ഇത് ഭവിഷ്യത്ത് 2000 പോകേണ്ട സമയമായിട്ടില്ലല്ലോ, അതിന് മുമ്പേ പോയല്ലോ. എന്നിട്ട് പറയല്ലേ അത് ഗ്രൈൻഡ് ചെയ്യുന്നോണ്ടാണെന്ന്. അപ്പൊ പിന്നെ ഞാൻ ഗ്രൈൻഡ് ചെയ്തിട്ടാണോ നീ എന്നെ 1v1 വിളിച്ചേ? മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് കൊണ പറയോ അവിടെ? നീയാടെ ഇപ്പൊ ബാബുനോട് റഷീദ് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 20 rupees സൂപ്പർ ചാറ്റ്. അനോണിമസ് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 200 rupees സൂപ്പർ ചാറ്റ്. ഉറക്കില്ലേ നമ്മൾ ഒന്നിച്ചിരുന്ന ഇല്ല. പിന്നെ നീ എന്തിനാണ് ഇവനെ താങ്ങാൻ പോയത് നേരത്തെ വെറുതെ? അടുത്ത മാസം കുറച്ച് ഫണ്ട് മറിക്കണേ. സരക്കടാ വെൽക്കം വെൽക്കം. ബോബോയ് ഒന്നല്ല, ബോബോയ് ചാറ്റി ഡിപ്രഷൻ ഇട്ടേക്കുന്ന ഡിപ്രഷൻ മോജി. ഇത് വേറെ ആർക്ക് അപ്രൂവൽ കൊടുത്താലും ബോബോയ്ക്ക് ഈ സോഫ്റ്റ്വെയർ അപ്രൂവൽ ഇല്ല. അവൻ വന്ന് ക്ഷമ ചോദിച്ച കാര്യമാണ് ചോദിച്ച കാര്യമായിരുന്നു അവൻ. ബോബോയെ മുട്ട വെല്ലുവിളിയാ സാശയുടെ എടി എന്റെ അളിയപ്പോ പരിപാടി ചോദിക്കാം നീ എന്റെ മേത്ത് കൈ വെച്ചല്ലേ. ഇപ്പൊ അളിയ ഒരു കയ്യിലേക്ക് കൊടുത്ത് അടിച്ച് കറക്കി മറ്റേ തൊടയിലൊക്കെ അടിച്ച് പറഞ്ഞിങ്ങനെ വന്നിട്ട് വാടി വാടി നീ വാന്ന് പറഞ്ഞ് വന്ന് അവള് കഴുത്തിന് പിടിച്ച് നേരെ ചവിട്ടി മതിലേക്ക് കയറ്റി അങ്ങ്. കഴിഞ്ഞപ്പോ അവന്റെ മുഖം കാണുന്നവർ കണ്ണാപ്പീര. അയ്യോ വീണ്ടും വിളിക്കൂടാ അതിന് വീണ്ടും നോക്കൂടാ. ഇല്ലല്ല ഞാൻ പിന്നെ പോലില്ല അവളെ കയ്യിൽ പിടിക്കാൻ കൊടുത്ത് അവനെ അടിച്ചു തുടങ്ങിയവനെ ഒരു സംശയമില്ല. അങ്ങനെ പറയല്ലേ അങ്ങനെ പറയല്ലേ. പക്ഷെ നീ ചെയ്യേണ്ടത് അവളെ അടിച്ച് ജയിക്കുക. നീ ഇപ്പോഴും നീ പട്ടിയെ പോലെ ആ തോൽവിയുടെ ടാഗും കൊണ്ട് ഇങ്ങനെ പുഴുത്ത് കിടക്കണിങ്ങനെ. ഇപ്പൊ വരാൻ പറയണ അണ്ണാ ബോബോ നീ ആ PC ഓണാക്കി മിനിഞ്ഞാന്നാണ്. ചുമ്മാ ഇപ്പൊ പോയത് വെല്ലു വിളിക്കരുത് തൂറും. അവള് അവളിപ്പോ മറ്റേ മെന്നിയന്റെ കൂടെ ഇമ്മോർട്ടൽ ലോബില് ബാല കളിച്ചോണ്ടിരിക്കുകയാണ്. ആ അവള് മെന്നിയന്റെ കൂടെ ഇപ്പൊ ബാല കളിക്കുന്നേ. അവരാ ലോബിയില് അസന്റൻ ലോബിയില്. ബോബോ ഈ കൺപവറുമായിട്ട് ചെല്ല് ഉറക്കും. ഞാൻ തൊട്ടില്ല പരിസരത്തെ പോയില്ലേ തല്ലി വിളിക്കാനുള്ള ഡ്രീമറിനെ വണ്ടി വിളി. ചന്ദ്രുവിനൊക്കെ വണ്ടി അടിച്ച് ഉറക്കമല്ലോ. നീ എന്നേലും ജയിച്ചിട്ടുണ്ടോ എന്റെ ആ എന്നേലും ജയിച്ചിട്ടുണ്ടോ? ഞാൻ ജയിച്ചിട്ടൊക്കെ ഉണ്ട് ചന്ദ്രു. പക്ഷെ കൂടുതൽ ജയിച്ചിട്ടുള്ള നീ എന്റെ അവിടെ ജയിച്ച 2 POV ഒന്ന് കാണിച്ചു. ചന്ദ്രു അവസാനം തോക്കാറാകുമ്പോ ഒരു ട്രൈ ആഡ് ചെയ്യും. ആൾക്കാരെ വെറുപ്പിക്കുന്ന ട്രൈ ആഡ്. അവന്റെ സംസാരിക്കല്ലേ നീ നിനക്ക് പുതിയ PC കിട്ടിയപ്പോ നീ നമ്മളെ കൂടെ RP കളിക്കുക. നീ അങ്ങ് ഊമ്പിച്ചിട്ട് പോയല്ലടാ നമ്മളെ അങ്ങ്. സത്യം ഇവൻ PC കിട്ടിയില്ല, ലൈവ് ഇട്ടിട്ടില്ല സിറ്റിയിലും കണ്ടിട്ടില്ല ഇവനെ. നിനക്ക് നന്ദിയുണ്ടോ എന്റെ അടുത്ത്? ഏടാ നിന്റെ അടുത്ത് ഇത് ലിങ്ക് വർക്കിംഗ് അല്ല, ഞാൻ കാശ് അയച്ചു എന്നൊക്കെ ആൾക്കാർ സ്കാം എന്നൊക്കെ പറയുന്ന ആവശ്യമായിട്ട് ഇത് എനിക്ക് പങ്കില്ലേ? കുത്തി നോക്കിട്ടെ ഞാൻ. അവനാണ് OG ബോസ്. അങ്ങനെ എന്തെങ്കിലും ബഗ്ഗോ കാര്യങ്ങളുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുക. ഒന്ന് കണ്ണാപ്പിക്ക് അയച്ചു കൊടുക്കുക. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് അയച്ചു തരാം. എനിക്കിതായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. വേറെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കൈസ്. അത് റൈസർ പേ അവരുടെ പേയ്മെന്റ് ഗേറ്റ് വേ ആണ്. അതിൽ കയറി ആർക്കും ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. ഗൂഗിൾ പേയിൽ കയറിയിട്ട് നമുക്ക് എന്തെങ്കിലും ഫ്രോഡ് പരിപാടി ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ ചില ഫ്രോഡൊക്കെ